ശരിക്കും ഇത് കിഴി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെയിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വേദനകൾക്ക് പല വിധത്തിലുള്ള വേദനകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നീരിന്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനകത്ത് സ്റ്റിഫ്നെസ്സിന്, ഇപ്പോൾ ചില സന്ധിഗതവാദം എന്നൊക്കെ നമ്മൾ പറയും, ജോയിൻറ്റ് ഇൻഫ്ലൈംഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടീഷൻസ്, പലതരത്തിലുള്ള വാദവ്യാധികളിൽ, അതുപോലെ ലോ ബാക്ക് പെയിൻസിനകത്ത്, ഇൻഫ്ലൈം ആയിരിക്കുന്ന കണ്ടീഷൻസിനകത്ത് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റിഫ്നെസ് കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടൊക്കെ നമുക്ക് കിഴി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിഴി ചെയ്യുന്നത് ഒരു ഡീടോക്സിഫയിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ബോഡി പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിലും നമുക്ക് കിഴി ചെയ്യാം. നമുക്കിപ്പോൾ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് ഈ ഇലക്കിഴി ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്യൂരിഫയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ സ്കിന്നിനെ ഇത് സ്മൂത്തൻ ചെയ്യും, ത്വക്ക് രോഗങ്ങളൊന്നുമില്ലാതെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. അതിനൊക്കെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്താൽ മതി. ത്വക്ക് രോഗങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിഴി ചെയ്യാൻ പറ്റും. വളരെ ഒരു ശരീരത്തിൻ്റെ ഇമ്പ്യൂരിറ്റീസ് പുറന്തള്ളാനായിട്ടൊക്കെ നമുക്ക് ഈ ഇലക്കിഴികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഏറ്റവും നല്ലത് ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. എപ്പോഴും ഒരു തെറാപ്പിസ്റ്റിൻ്റെ കൈകളിലൂടെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.